ജോക്കി ഒരു റിംഗ് ലൈറ്റ് മേടിച്ചിട്ട് ഒന്നെങ്കിൽ നേരെ PC മോണിറ്ററിന്റെ മേളില് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് മുഖത്ത് മാത്രം ഒരു വെട്ടം അടിച്ചാൽ മതി. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇതായിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ. ഒരു റിംഗ് ലൈറ്റ് അല്ല, ഒരു സ്റ്റാബ് ലൈറ്റ് മേടിച്ചാൽ മതി. എന്താ സ്റ്റാബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത കണ്ണാപ്പി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. സ്റ്റാബ് ലൈറ്റ് എന്ന് വെച്ചാൽ ഫേസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സ്റ്റാബ് ലൈറ്റ്. എന്നുവെച്ചാൽ ചെറുതായിരിക്കും, ചെറിയ റിംഗ് ലൈറ്റ്. അണ്ണ ഒരു സ്റ്റാബ് ലൈറ്റ് മേടിച്ച് ഫ്രണ്ട് വെച്ചാൽ മതി. ബാക്കി മറ്റേ നീ സ്റ്റാബ് ലൈറ്റ് ഒന്ന് കാണിച്ചു തന്നെ, എനിക്കൊന്നും കാണിച്ചു ജസ്റ്റ് ഒന്ന് കാണിച്ചു ലൈവ് ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തന്നെ. സ്റ്റാബ് ലൈറ്റ് ഒന്ന് അറിഞ്ഞൂടാ? അല്ലൊന്ന് കാണിച്ചാടാ. ഇല്ല എനിക്ക് കാണിച്ചു. ഏത് ബ്രാൻഡ് കാണേണ്ടത്? ഉലാൻസി കാണണോ, ക്രിയോ കാണണോ, ഏതാ കാണേണ്ടത്? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഉലാൻസി കാണുന്നത് എന്റെ ലൈവ്. അല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, നീ എല്ലാം കാണിച്ചു. സ്ലാബ് റിഫ്രഷ് അടിക്കണേ. ഇതാണ് സ്ലാബ് ലൈറ്റ് എന്ന് പറഞ്ഞ. ഇത് റിംഗ് ലൈറ്റിന്റെ വേറെ മോഡലാണ്. എടേ അത് എന്റെ ഇരിപ്പുണ്ട് ഈ സ്ലാബ് ലൈറ്റ്. പിന്നെന്താ നിനക്ക് മനസ്സിലാവണില്ലേ കണ്ണാ? അണ്ണാ അത് വാള് ഹൈഡ് ചെയ്യണം. അത് മേടിച്ചു വെച്ചാ ഈ ജോക്കി ഇവനെ പറഞ്ഞ് മനസ്സിലായി. ഈ നിനക്ക് ഫേസ് ക്യാമിൽ ജോക്കിക്ക് പറഞ്ഞു കൊടുത്തോളാം. ലൈവ് പോയിട്ടില്ല. തിരിച്ചു പറഞ്ഞേ ഇവിടുന്ന് പോയവരെ. അതാ അത് ഇരിക്കുന്ന നോക്ക് സാനപ്പില്ല ലോകം ഉണക്ക്. ജോക്കി ഇവൻ A ക്ലാസ് കള്ളനാ. ജോക്കി ഇവൻ A ക്ലാസ് കള്ളനാണ്, പറയാതിരിക്കാൻ വയ്യ. ജോക്കി ഇവനുണ്ടല്ലോ, ഇവൻ ഈ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം ജോക്കിക്ക്. ഇവൻ ഈ ഇടയ്ക്ക് ഗെയിമിംഗ് റൂം സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവിടെ വന്നിരുന്ന ഒരു മുട്ട സ്കാം തുടങ്ങി കേട്ടോ. അതിനുശേഷം എന്റെ അടുത്ത് വന്നിട്ട് കുറെ ലൈറ്റിന്റെ കാര്യമൊക്കെ ചോദിച്ച് ഇവൻ ലൈവ് വരുമ്പോ വലിയ ടെക്നിക്കൽ നോളജ് ഉള്ള ആളാ. ഓഫ്ലൈൻ വന്നിട്ട് അണ്ണ ഏതൊക്കെ ലൈറ്റ് മേടിക്കണം, ഏതൊക്കെ ഇത് മേടിക്കണം എന്ന് എന്നോട് ചോദിച്ചവനാ. ഒരാഴ്ച പോലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിച്ചവനാ. ഇവൻ ലൈവ് വന്ന് ഫേസ് ക്യാം വരുമ്പോ ടെക്നിക്കൽ പ്രോ ആയി അവൻ. സ്ലാബ് ലൈറ്റ് എന്ന് കൊണ്ടുവന്നേക്കണം പുതിയത്. ഇതൊക്കെ എന്റെ ഇരിപ്പുണ്ട് ഈ സാധനം. അല്ലണ്ണ ഇത് അല്ല, എനിക്ക് ഓൾറെഡി അറിയായിരുന്നു അത് എങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ചോദിച്ചാ. 700 പേരെങ്ങ് പോയോ? ഞാൻ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാ. ജോക്കിയുടെ ലൈവ് ഒക്കെ ഓഫ്ലൈൻ ആയി. അല്ലല്ലോ ഓഫ്ലൈൻ അല്ലോ. അതിപ്പോ റീഫ്രഷ് എനിക്ക് കട്ടായി ഓഫ്ലൈൻ. അണ്ണാ വാസന റീഫ്രഷ് ചെയ്താൽ മതി. റീഫ്രഷ് ചെയ്താൽ മതി. എനിക്കിപ്പോ ജോക്കിയുടെ ലൈവ് ബ്ലൈൻഡ് റിവൽ ഓഫ്ലൈൻ അല്ല, ബ്ലൈൻഡ് ജോക്കർ ഓഫ്ലൈൻ ആണ്. അത് റീഫ്രഷ് ചെയ്താൽ മതി. റീഫ്രഷ് ചെയ്താൽ മതിടാ. അത് റീഫ്രഷ് ചെയ്തിട്ട് എനിക്ക് ഓഫ്ലൈൻ തന്നെ കാണിക്കുന്നത് ജോക്കി. കാരണം വള്ളി ടീം ക്വാളിഫൈഡ് ആയല്ലോ. പ്യുവർ സ്കിൽസ്. എടാ അവിടെ നിന്നുള്ള എല്ലാവരും ഇങ്ങോട്ടൊന്ന് പറഞ്ഞേടാ. അവിടുന്ന് പോയവരെല്ലാം അണ്ണൂന്റെ അടുത്ത് വന്നവരൊക്കെ തിരിച്ചു പോണേ. ഫയല് രാവിലെ EVന്ന് വിളിച്ചായിരുന്നു അവര്. എന്നെ ബോബോയും വിളിച്ച് PC ഒക്കെ ചെയ്യാനായിട്ട്. വിളിച്ചിട്ട് പറഞ്ഞ് ഇതുപോലെ NBCകളെ പോലെ നടക്കും മൂവ്മെന്റ് ഉള്ള രണ്ട് പ്ലേയേഴ്സിനെ ആദ്യമായിട്ടാണോ ഇത്ര ഒരു പ്രൊഫഷണൽ ആൾക്കാർ സ്പെക്ക് ചെയ്യുന്നത്. ബ്രോ നിങ്ങൾ എങ്ങനെ കീബോർഡിൽ അല്ലാതെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടി EVന്ന് വിളിച്ചായിരുന്നു. നമ്മുടെ പ്യുവർ സ്കിൽസും കളിയൊക്കെ കണ്ടിട്ടാണ് വിളിച്ചത്. അത് സത്യമായിട്ടോ. അണ്ണാ എന്റെ ഗെയിമിംഗ് റൂം ഉൾക്കാടിക്കാൻ അണ്ണൻ വരുവാണ്. ഞാൻ വരത്തില്ല. എടാ നിനക്ക് ഡൊണേഷൻ കുറഞ്ഞ സമയത്ത് കുറച്ച് പുതിയ ഫണ്ട് പിരിക്കാനുള്ള ഒരു സ്കാം ആയിട്ടാണ് നീ ഗെയിമിംഗ് റൂം എന്ന് പറയുന്ന സാധനം പോലും നീ പറഞ്ഞു. അല്ലാതെ നീ ഒരു കുണ്ണയും പണിയില്ല. കിട്ടുന്ന പൈസ നീ വൈകുന്നേരം ബാറിൽ കൊണ്ട് കളയാനല്ലാതെ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. എന്ത് കുടിയാന്നറിയോടെ കണ്ണാപ്പി? ഞാൻ അടി നിർത്തി. കുടികാരൻ ലൈവില് വന്നിട്ട് ഇരുന്ന് ലൈവില് വരുന്ന സമയത്ത് എന്താ ജോക്കി എവിടുന്നേലും ആരെങ്കിലും പറ്റിച്ചിട്ട് പ്രോട്ടീൻ ബാറോ അതൊക്കെ ഇടയ്ക്ക് ഒരു ദിവസം ഇടയ്ക്ക് കുറച്ച് നാള് ബദാം അണ്ടിപ്പരിപ്പ് ഇതൊക്കെയാണ് തിന്നുന്നത്. എന്നിട്ട് ലൈവ് കഴിയുമ്പോ നേരെ ഡൊണേഷൻ കിട്ടുന്ന പൈസയായിട്ട് ബാറിൽ പോയിട്ട് ഒരാളുടെ പാസ്റ്റ് പറയലാണ്. ഒരാളുടെ പാസ്റ്റ് പറഞ്ഞ തളർത്താൻ നോക്കല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ കണ്ണാപ്പി. ഇല്ല ഈ മന്ത് ലാസ്റ്റ് പണി തുടങ്ങുന്ന അടുത്ത മന്ത് പകുതിയോടെ പണി തീരും. സത്യം പറഞ്ഞാ നിന്നെ പോലെ ഒരുത്തനെ പരിചയപ്പെട്ടാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അതെന്താ? എടാ നമുക്ക് വല്ല ഗുണമുണ്ടോടാ? നിന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും കൂടെ? നമ്മൾ ഈ ടെക്നിക്കൽപരമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നില്ലാണ്. ഞാൻ ഇപ്പൊ അണ്ണൂന്റെ അടുത്ത് പറഞ്ഞു തന്നില്ല Tiny 2 മേടിക്കാൻ. ആരുടെ അടുത്ത് പറഞ്ഞു Tiny 2 വാങ്ങിക്കാൻ? ഞാനാണ് പറഞ്ഞത്. അണ്ണൂന്റെ ഓർമ്മയില്ല. എടാ പോടാ ഇറങ്ങി. ഉയ്യോ കള്ളം കേസ്. ഞാൻ പറഞ്ഞിട്ടാണ് അണ്ണൂ Tiny 2 മേടിച്ചത്. എന്നെ വിളിച്ചാണ് ചോദിച്ചത് Tiny 2 അങ്ങനെ ഉണ്ടോ? 19 ക്യാമറയാ എൽഗാറ്റോ. അത് അവസാനം എന്റെ പടി തീർന്നപ്പം ഒന്നും കാണുന്നില്ല അതിനകത്ത്.
ഞാൻ പറയാൻ ജോക്കി ഈ ടൈനി ഇത് ഇവൻ പറഞ്ഞാണെന്ന് പറഞ്ഞില്ലേ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാണ് ജോക്കി ഇതൊരു അപ്പി ക്യാമറ ആണ് ജോക്കിക്ക് ഇതിപ്പോ എത്രയായി റേറ്റ് ജോക്കിക്ക് ഇതിന് 27 സംതിങ്. കണ്ണാ നീ ലൈവ് ഇട്ടേക്കാണ്. ജോക്കി ഓ. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം വെയിറ്റ് ചെയ്യ് ഇനി ജോക്കി ഇവനെ ചിലപ്പോ ഈ ലൈവിൽ ഇത് കാണിച്ച് തള്ളക്കി വിളിക്കും അതുകൊണ്ട് കാണിക്കണ്ട. ഇവന്റെ വാക്കൊക്കെ കേട്ട് ടൈനി 2 വാങ്ങിച്ചേ. പക്ഷെ ടൈനി 2 കൊള്ളാടാ. പക്ഷെ പ്രശ്നം ലൈറ്റിന്റെ പ്രശ്നമാണ്. അല്ല ജോക്കി ഇത് അങ്ങനെ അത്രയ്ക്ക് മോശമെന്നല്ല ഞാൻ പറയണേ ജോക്കിക്ക് ഈ പ്രൈസ് റേഞ്ചില് വേറെ സാധനം ചെയ്യായിരുന്നു ഞാൻ കാണിച്ചു തരാൻ പറ്റും അല്ല C922 Pro ആണെ പോലും ഇവന്തോ നല്ല ലൈറ്റിംഗ് ഉണ്ടായി കിടിലായിട്ട് ചെയ്യാൻ പറ്റും. മോനെ എറിഞ്ഞു പോളാ മയിലേ. അണ്ണോ, ഇതുപോലെയുള്ള സത്യം പറഞ്ഞുണ്ടല്ലോ. അല്ല കാര്യമായിട്ട് ലൈറ്റിങ്ങിലാണ് ഇരിക്കുന്നതെല്ലാം. നിനക്കൊരു ടെക് ചാനൽ തുടങ്ങിയിട്ട് നാട്ടുകാരെ ഒമ്പിച്ചുവിടാടാ എടാ നിന്നെ പോലത്തെ ആൾക്കാരാകുമ്പോണ്ടല്ലോ ഇഷ്ടം പോലെ മറ്റേ കമ്പനികൾ വരും ബ്രോ ഇതെല്ലാം പുതിയ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് തരാം നല്ലതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു വരുന്ന കമ്പനികളെല്ലാം നിനക്ക് യൂട്ടിലൈസ് ചെയ്ത് ജീവിക്കാം നിനക്ക് ടെക് ചാനൽ തുടങ്ങി ഇല്ല നമ്മളെ നാട്ടുകാരെ വഞ്ചിക്കുന്നവരടിക്കാൻ മെന്നിയുണ്ട് ചാറ്റി. മെന്നി നിങ്ങൾക്ക് പറ്റിയൊരു അസിസ്റ്റന്റ് ഉണ്ട്, ജർമ്മൻ കണ്ണാപ്പി. ഒരു വ്ളോഗ് ചാനലിൽ കൊണ്ടവനെ എടുത്തി പിന്നെ വ്ളോഗ് ചാനൽ അനങ്ങിയിട്ടില്ല. കണ്ണാ DM നോക്ക്, കണ്ണാ DM ഈ ഒറ്റടുത്തൻ കാരണമാണ്. ഈ ഒറ്റ മരം പോലെ ഇല്ലൂടാ വ്ളോഗ് ചാനലിൽ ചെന്നിരിക്കുന്നത്. നിനക്ക് വായ ഉണ്ടോടാ മൈര നിനക്ക് സംസാരിക്കാൻ? നീ എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അവിടുത്തെ ആരത്തേലും? കണ്ണാ ഈഗിളുടെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഒരു മരം ചാരി വെച്ചേക്കുന്ന ഒരുത്തനെ അവിടെ ഇരുത്തും. അവനാണെങ്കിൽ ഉള്ള ചോദ്യവും ഉത്തരവും എല്ലാം അവൻ ചോദിച്ച് ഇവന്റെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടത്തോടെ ചിരിക്കാൻ മാത്രം ഉണ്ടാക്കിയെന്ന് എടുത്തൻ. എടാ ഈഗിള് സത്യം പറഞ്ഞ ഏതൊരു വ്ളോഗിനകത്ത് ഏതൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല വട്ടി അന്തക്ക് പോകുന്ന പോലെ വരും അവൻ. മറ്റേ കാണിക്കണ്ണ മറ്റേ ക്യാമറ കാണിക്കേ ഗ്യാപ്പ് ഇല്ല. ഞാൻ കേരള ചോദ്യങ്ങൾ ചോദിക്കല്ലോ നമ്മുടെ അടുത്ത് നമ്മളെ ചന്ദ്രന്റെ റൂം ഫുള്ള് മഞ്ഞായിരുന്നു. അല്ലാട്ടാ ജോക്കി ഞാൻ ഇതിലോട്ടാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പോണത്. ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്റെ ഇത് വരും ഞാൻ കാണിച്ചു തരാം. വാണത്തിനെ പോലെ ഒന്നും അറിയാതെ ഇരുന്ന് എന്റെ ലൈവ് വന്നില്ല. എനിക്ക് കാണുന്നില്ല. ബ്ലാക്ക് സ്ക്രീനാ. ബ്ലാക്ക് സ്ക്രീൻ എടാ ബ്ലാക്ക് സ്ക്രീൻ. ക്വസ്റ്റ്യൻ മാർക്ക് യൂസർ അണ്ണാ ഇത് അണ്ണൻ നെറ്റ്വർക്ക് ഇഷ്യൂ. ബ്ലാക്ക് സ്ക്രീൻ ആണെന്ന് പറഞ്ഞോടാ നിന്റെ അടുത്തൊക്കെ. അല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് അണ്ണന്. ചേട്ടാ പിങ്ക് ഷർട്ട് കുറെ ആൾക്കാർ സ്പാം ചെയ്ത് എന്ത് പറ്റി? നിന്റെ അച്ഛൻ പിങ്ക് ഷർട്ട് ഇട്ടുണ്ട് ഇപ്പോണ്ടോ? പിങ്ക് ഷഡ്ഡിയാ ആൾക്കാർ ഇന്ന് ലൈവ് തുടങ്ങിയപ്പോഴേ ഷർട്ടേടെ പിങ്ക് ഷഡ്ഡി എന്നൊക്കെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട്. എടാ കുണ്ണ എന്റെ ക്യാമിനകത്ത് പിങ്ക് മയം മൊത്തത്തി മനസ്സിലായോ? ചേട്ടാ ഭയങ്കര അപരാധമാണ് കേട്ടോ ചേട്ടാ. ഒന്നല്ല ലൈവ് കുറച്ചേരെ കാണുന്നില്ല ചേട്ടാ. ഇങ്ങനെ കാണട്ടോ ഒരു സ്ട്രീമർ നിന്റെ അത്ര അപരാധം എന്തായാലും ഒരുത്തരം നമ്മുടെ കമ്മ്യൂണിറ്റി പറയുന്നില്ല. നിന്റെ കൂട്ട അപരാധം ചേട്ടാ നിന്റെ കൂട്ട അപരാധവും മുഞ്ചിത്തരവും എന്തായാലും ഒരുത്തരം ലൈവ് പറഞ്ഞില്ല നമ്മുടെ കൂട്ടത്തിൽ. ഇതിന്റെ പ്രശ്നമുണ്ട്, കുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പൈസ എത്ര രൂപ? ഈ കുണ്ടച്ചിവൻ എന്തൊക്കെയാ പറയുന്നത്? ആരുടെ കോണാത്തി കുത്താൻ നിനക്ക്? അല്ല കുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നോ? അല്ല അതിനകത്ത് ചാർജിങ് എന്തോന്നല്ലോ അതെ ഒരു സി ടൈപ്പ്. ഇവനൊന്നും എടാ നീ എങ്ങനെയാണ് ഇങ്ങനെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നേ? അല്ല കുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നോ? പിന്നെ നിന്റെ അണ്ടിയിൽ ഞാത്തിയിട്ടാണോ അതിനകത്ത്? ഇവനെ ജോക്കി ഇവനൊരു സാധനം പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് നമ്മളങ്ങ് വിശ്വസിക്കണം. ഒരു കുണ്ണ അറിയാത്ത പറയണേ ജോക്കി. ഇതിനിപ്പോ ഇൻട്രൊഡക്ഷൻ പ്രൈസ് 30,000 രൂപ. ഇവിടെ ലോക്ടെക്കാര് 28 രൂപ എടുത്തു തരാന്ന് പറഞ്ഞു. ലോക്ടെക്കാരോ എടുത്തു തരാന്ന് പറഞ്ഞത് 28 അത്ര ഉള്ളല്ലേ? ഒരു മിനിറ്റ് 28 രൂപയ്ക്ക് വർത്താവെന്ന് വെച്ചാ എടാ നീ അല്ല എന്ത് അടിസ്ഥാനത്തിലാണ് കണ്ണാപ്പി ഇത് കുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞേ? പിന്നെ ഇതിനകത്ത് എങ്ങനെ നിന്റെ അണ്ടി വഴിയോ? ഒരു മിനിറ്റ് അതാ അവസാനത്തെ ആ ഒരു സി ടൈപ്പ് കാണിച്ച ഇനി ബാറ്ററിയിൽ ഓടുന്നതാണ്. ബാറ്ററിയിൽ ഓടുന്ന അല്ല ബാറ്ററി ഓടുന്ന മൗസ് ഉണ്ടല്ലോ. അല്ല ഗൈസ് കണ്ടോണ്ടിരിക്കുന്ന ആലോചിച്ച് നോക്കി. ഇവന്റെ വിവരം ഇവന്റെ ബുദ്ധി ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ബാറ്ററിയിൽ ഓടുന്ന വെബ്കാം ഒന്ന് 10 ഫെയില്. ഇതിന്റെ ഔട്ട്പുട്ട് വരണ്ടേടാ ഇതിന്റെ PC-ക്കകത്ത്. നിന്റെ ഈ താളങ്ങൾ ഞാൻ ഇനി ഒരിക്കലും എൻകറേജ് ചെയ്യത്തില്ല. നിന്നെ ഞാൻ ഇതുപോലെ താറ്റിട്ടേ പോത്തുള്ളൂ. നീ അറിയാത്തതിനെ പറ്റി പറഞ്ഞാൽ നിന്നെ ഇത് താറ്റി ഞാൻ ഇതുപോലെ ഒരു സംശയമില്ല.
അവൻ മറ്റേ ലോകമാനന്ദ ടെക് പ്രോ വന്നിരിക്കണം. 4K. Guys ഉണ്ടല്ലോ, ഇവനൊരു കള്ളനാ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇവന്റെ കള്ളന് പെരും ഓ എടാ ഇത് രണ്ടും 4K റെസൊല്യൂഷൻ ആണ്. ഇമേജ് സെൻസർ 1.3 ഓട്ടോ ഫോക്കസ് ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഫീച്ചർ കൂടുതലാണല്ലോ കൂടുതൽ. ആ പക്ഷെ മറ്റേതിന് ഭയങ്കര കുറെ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് ഇപ്പൊ ദുബായിനെ കിടക്കണമെങ്കിൽ എത്ര രൂപയാവും? 10,000 രൂപയ്ക്കാണ് കിട്ടും. ദുബായ് ഇവിടെ നമ്മ പ്രോഡക്ട്സ് ഒന്നും വലിയ ഇല്ല ഇപ്പൊ ദുബായിൽ ഇലക്ട്രോണിക്സ് ഒക്കെ റേറ്റ് കൂടുതല. ഈ യുദ്ധം കിടക്കുന്നുണ്ട്, അവിടുന്ന് എടുക്കുന്ന ഇവിടെ നിൽക്കുന്ന സെയിം റേറ്റാ. യുദ്ധം ഇതും തമ്മിൽ എങ്ങനെയാണ് ബന്ധം വരുന്നത്? അല്ല ഞാനിപ്പോ വിളിച്ച് ഞാനിപ്പോ 2-3 ഇലക്ട്രിക് അന്ന് മുടിയാൻ തുടങ്ങിയതായത്. അല്ല ഞാൻ 2-3 ഇലക്ട്രോണിക്സ് ഐറ്റംസ് വിളിച്ചിറക്കിയപ്പോഴത്തേക്ക് അതൊന്നും പറയല്ലേ, യുദ്ധത്തിനെ പറ്റി പറയല്ലേ, മിസൈൽ വിടുന്നത് ഇവനാണെന്നൊക്കെ പറഞ്ഞു കളയും. ദൈവം അത്രയും വലിയ ബന്ധങ്ങളിലോട്ടൊന്നും പോരുത്. അല്ലല്ല ഞാൻ കുറെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് മേടിക്കാൻ വിളിച്ചു ചോദിച്ചായിരുന്നു ഗെയിമിംഗ് റൂമിലേക്ക്. അല്ല വിളിച്ച് നീ എന്ത് മേടിച്ചു ഇടയ്ക്ക്? റീസെന്റ് എന്ത് ഇലക്ട്രോണിക് ഐറ്റംസ് മേടിച്ചു? നീ ഒന്ന് പറഞ്ഞു. റീസെന്റ് ഐഫോൺ മേടിച്ചു. ഞാൻ ലോഞ്ചിന്റെ അന്ന് തന്നെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 100 ഇലക്ട്രോണിക് സാധനം മേടിച്ചായിരുന്നു. എനിക്കില്ലാത്ത പ്രശ്നം എങ്ങനെയാണ് നീ ഈ ഐഫോൺ അതല്ല ഈ സമയത്ത് ഇപ്പൊ അല്ലല്ല നീ ഐഫോൺ എടുക്കുന്നതിനും 1 മാസം അല്ല, നീ ഐഫോൺ എടുത്ത് 1-2 മാസം കഴിഞ്ഞിട്ടാണ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. പിന്നെ എങ്ങനെയാണ് നീ എന്താ പറയണത്? അല്ല ലാസ്റ്റ് എടുത്തപ്പോഴല്ല, ഇപ്പൊ ഞാൻ കുറെ സാധനങ്ങളെ ഗെയിമിംഗ് റൂമിലേക്ക് എടുക്കാനായിട്ട് നോക്കിയപ്പോഴാണ് റേറ്റ് കൂടുതൽ. നിനക്ക് എന്ത് അൺഅവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു? എന്തോ പറഞ്ഞു നീ ഗെയിമിംഗ് റൂമിലേക്ക് മേടിച്ച സാധനം. നിനക്ക് ഇല്ലടാ ഡ്രീമർ, ഒരു മിനിറ്റ്. ഗെയിമിംഗ് റൂമിലേക്ക് നീ മേടിച്ച അൺഅവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞേ. നാനോ ലീഫ് നിനക്ക് നീ എവിടുന്ന മേടിക്കാൻ പോയി? ഏത് ഡീലറാന്ന് പറഞ്ഞു? ആരെ വിളിച്ചു ചോദിച്ചാ പറഞ്ഞേ? ഫ്രണ്ടിന്റെ പേര് അണ്ടിക്കണ്ണൻ എന്നാടാ. അല്ല 21,000 രൂപ 9 പീസിന് 21,000 രൂപ എന്താ പറഞ്ഞത്? ഞാൻ എടുത്തത് പിന്നെ എത്ര? 9 ലീഫിന് 19,000 20,000 രൂപ ഉണ്ട് ദുബായ് പോലും. പിന്നെ നിനക്ക് ഇവിടെ 5 രൂപയ്ക്ക് തരണോ? ഇവിടെ ഒരു വലിയ വ്യത്യാസമൊന്നും ഇല്ലടാ, അതിന് മനസ്സിലായോ? വലിയ വ്യത്യാസം ഇല്ലല്ലേ? എടാ കണ്ണാപ്പി സത്യം പറഞ്ഞാലേ ജോക്കി ഇവനെ നമ്മൾ ഇനി 1 മണിക്കൂർ ഇരുന്ന് താറ്റിയാലും ഇവൻ സമ്മതിക്കത്തില്ല. ഇവൻ ഒരിക്കലും സമ്മതിക്കാൻ പോകണം, മനസ്സിലായ? കള്ളത്തരത്തിന്റെ ഫ്രണ്ടിൽ കള്ളത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവൻ. അവന്റെ ഫ്രണ്ടാണ് ഡീലർ ആരാന്ന് ചോദിച്ചപ്പോ ഫ്രണ്ടാണെന്ന്. എടാ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു അണ്ടി അറിയത്തില്ല എന്ന എല്ലാ അണ്ടി അറിയാന്ന് അത് കാണുമ്പോഴേ ദേഷ്യം വരുന്ന ജോക്കി. അങ്ങ് അറ്റ്ലീസ്റ്റ് സമ്മതിക്കും. അറിയത്തില്ല, ഒരു വിവരവും ഒന്നിനെ കുറിച്ചും, എന്നിട്ടും എല്ലാം അറിയുന്ന കണക്കാണ് ഇരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നോളജൊക്കെ ഉണ്ടാ എല്ലാം അറിയുന്നുള്ള ഇനിയും സംസാരിച്ചോണ്ടിരിക്കേ. എല്ലാം അറിയുന്നുള്ള ആരുണ്ട് ഏട്ടാ ഈ ലോകത്ത്? എടാ അളിയ എല്ലാം അറിയുന്നവരാരും ഇല്ലടാ. എന്തേലും ഒക്കെ അറിയണ്ടേടാ ജീവിക്കാൻ. എന്തേലും അത് അറിയണമെന്ന് ഞാൻ പറഞ്ഞില്ല അളിയ. നിനക്കൊരു കാര്യം അറിയത്തില്ലെന്ന് സമ്മതിച്ചാ പോരെ. ഇത് അങ്ങനെയല്ല. ഇതിപ്പോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഐശ്വര്യ റായെ പറ്റി പറഞ്ഞാൽ പറയും പണ്ടെന്റെ കുഞ്ഞമ്മയുടെ മോളായിരുന്നു, ഇപ്പൊ പൈസ ആയപ്പോ അവർ ഉപേക്ഷിച്ചിട്ട് പോയി, അങ്ങനെ പറഞ്ഞു വരൂവൻ. കണ്ണാപ്പി പാവോ നീയോ, എന്തൊരു വിഷമം അവനൊക്കെ. ഇവനെ പറയുമ്പോ ഭയങ്കര വിഷമം വരും നിങ്ങൾക്ക് അല്ലേ? അല്ലടാ പ്രശ്നം അവരോട് നീ വിടാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഹേറ്റ് ആയി പോകും കേട്ടോ. അത് പറയല ഒന്ന് നീ അത് പറഞ്ഞ് മനസ്സിലാക്കണം. സത്യം പറഞ്ഞോണ്ടല്ലോ ഈ യുദ്ധം എങ്ങനെ ഈ ദുബായിയെ ബാധിക്കുന്ന നിനക്കറിയാവോ? അതെങ്ങനെയാന്ന് പറഞ്ഞ കണ്ണാപ്പി? ഷിപ്മെന്റ് ഡിലേ ഉണ്ട്. എങ്ങനെ? ഹെർമസ് അല്ലടാ, ഹെർമസ് അല്ല യൂട്രസ്. അമേരിക്കയും ഇറാനും തമ്മിൽ വാറുണ്ടാവുമ്പോ എങ്ങനെയാണ് ദുബായ് പോലത്തെ രാജ്യങ്ങളെ ബാധിക്കുന്നത് എന്നാണ് നിന്റെ അടുത്ത് ചോദിച്ചത്. നമുക്കറിയാം എന്നറിയെങ്കിൽ പറ. നമുക്ക് എങ്ങനെയാണ് ലൈവിലൊന്ന് പറയാം. നമ്മൾ ഈ യുദ്ധത്തെ പറ്റി പൊളിറ്റിക്സ് പരമായിട്ടൊന്നും ഞാൻ ലൈവ് പറയാം. അല്ലടാ പൊളിറ്റിക്സ് പരമായിട്ട് ഞാൻ ലൈവ് സംസാരിക്കാറില്ല. പൊളിറ്റിക്സ് അല്ലല്ലോ ഇത് പൊളിറ്റിക്സ് ആവോ? റെവല്യൂഷൻ ഇല്ല. എന്റെ ദൈവമേ, ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണ് മെയിൻലി ബാധിക്കുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണല്ലേ ബാധിക്കുന്നത്. പിന്നെ GCC കൺട്രികളെ ബാധിക്കത്തില്ല അവിടല്ലേ എടാ അമേരിക്കയുടെ ആർമി ബേസസ് ഉള്ള നാടുകളാണ് ഇതൊക്കെ. അപ്പൊ അമേരിക്ക ഈ പറയുന്ന GCC കൺട്രീസ് ഒക്കെ പ്രഷർ ചെയ്യും. അവരുടെ നാട്ടിൽ കൊണ്ട് ബോംബ് ഇടുന്ന സമയത്ത് അവര് പറയും എത്രയും പെട്ടെന്ന് UAE പോലത്തെ നാടുകൾ അവരെ ഇന്റർഫിയർ ചെയ്തിട്ട് പറയും നിങ്ങൾ എത്രയും പെട്ടെന്ന് വാർ നിർത്തണം, നമ്മുടെ സിറ്റിസൺസിനെ നമ്മുടെ നാടിനെയാണ് ഇത് ബാധിക്കുന്നതെന്ന് അവരെ മറ്റുള്ളവരെ കൊണ്ട് ഈ അമേരിക്കയോട് പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാനൊക്കെ അവിടെ ഇതിടുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലാത്തിട്ട് നീ ഇങ്ങനെ പൊളിറ്റിക്സ് ഒക്കെ വന്ന് പറയണതേ.
നീ റെസ്റ്റ് എടുക്ക്. നീ മറ്റേ 4 മണി കമന്ററി പറയണ്ടേ? ഇല്ല ഇവനെ ഞാൻ ഇന്ന് അവരാഴ്ചത്തെ പോത്തുള്ളൂ ജോക്കി. ഇവൻ ലൈവ് വന്നിട്ട് എല്ലാ ദിവസവും ഇരുന്ന് ഒമേഗിനകത്ത് എന്നെ പാല് മേടിക്കാനും ഇവരെ സാധനം മേടിക്കാനും പറയുന്നത്. അതുപോലെ കണ്ടവരോടെല്ലാം പറയുന്നത് എന്തോന്ന് അറിയാം, ഞാൻ മദ്യം ഒഴിച്ചു കൊടുക്കണം, ഞാനാണ് കുടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവൻ ലൈവിൽ ഇരുന്ന് വായ്ത്താളം പറഞ്ഞു. ഇവന്റെ വാടപ്പിച്ചിട്ട് ഞാൻ പോത്തുള്ളൂ ഇന്ന് ഇവിടെ. നിന്റെ വർത്താനം കുറച്ച് ദിവസമായി ഞാൻ കേൾക്കണേ. അത്രയും വലിയൊരു സ്പേസിനകത്ത് ടോബിനോ വന്നിരിക്കുന്ന സമയത്ത് നീ എങ്ങനെയാടാ നോക്കിക്കുന്നത്? 1970 ഐഫോൺ ഉണ്ടോ നിന്റെ അപ്പൂപ്പ കൊണ്ടുവച്ചേക്കുന്ന? അല്ല, സ്റ്റീവ് ജോബ്സ് 1900 ആ സമയത്തൊക്കെ ഐഫോണെ പറ്റി ജോബ്സ്. ജോബ്സ് അതന്നെയല്ലേ പറഞ്ഞത്. ഞാൻ സ്റ്റീവ് ജോബ്സ് പറഞ്ഞത് അടുത്ത കേട്ടില്ലേ? ഒരു കാര്യം ചെയ്തോ പോയോ? നോക്കട്ടെ, ഹലോ ചേട്ടാ ഒരു കോള് വന്നു ചേട്ടാ. ഒരു മിനിറ്റ് ഇതെടുക്കാൻ പോയ എന്നെ കൊണ്ട് ഹോട്ട്സ്പോട്ട് എടുപ്പിച്ച നീയാ. ഞാൻ ഇത്രയും 20 മിനിറ്റ് ഞാൻ തരാം ഇവിടെ വന്നിട്ട് എനിക്ക് മണിക്കൂറിന് മുന്നേ സൗകര്യോട് താങ്ക്സ് AD 17.99. എന്തോ ഇപ്പൊ 1 മണിക്കൂറായി. സൗകര്യോട് താങ്ക്സ് AD 9.99. എടാ കൊണ്ട് ഇതൊക്കെ ഫ്ലൈറ്റ് അവർക്ക് വരും. 20% തിരിച്ചു തരും. ഒന്ന് തിരിച്ചു വരും. എടാ കണ്ണാപ്പി ഈ ഇൻസ്റ്റ 360യുടെ ജോക്കിടല്ലേ എടാ, ഈ ഇൻസ്റ്റ 360യുടെ ക്യാമറ എടുക്കാൻ പോയ ഷെമീം ബ്രോയെ വിളിച്ചിട്ട് ഇത് മേടിക്കരുത് മറ്റേ എടുക്കണമെന്ന് പറഞ്ഞാൽ നീ അയാളെ കൊണ്ട് ഓബിയസിന്റെ മേടിപ്പിച്ചല്ലേ? എടാ നീയൊക്കെ ഉണ്ടല്ലോ നാടിന്റെ ശാപം. അല്ല എനിക്കൊരു ചോദ്യം ചോദിക്കോളൂ. എന്താ 2 മാസം മുമ്പ് അതായിരുന്നോ ബെസ്റ്റ്? ഇതില്ലേ കൊണാതെ പോഡ്കാസ്റ്റ് ഇല്ലേ? ഓക്സ്ഫോർഡ് നല്ലതല്ലേ? അതിനകത്ത് എന്ത് ഉദ്ദേശിച്ചാ കണ്ണാപ്പി പിടിച്ചിരുത്തി? അല്ലയാ കൊണാത്ത പോഡ്കാസ്റ്റില് എന്നെ ഗസ്റ്റ് വിളിക്കുകളെ. അല്ല ഇവിടെ ചാറ്റില് കുറെ ബുദ്ധി ഇല്ലാത്ത ബ്രെയിൻ ഇല്ലാത്ത പുണ്ടച്ചുകൾ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ നമ്മളെന്തോ സീരിയസ് അടിയാണെന്ന് കേട്ടോ. അന്നേരം ഇപ്പൊ കണ്ണാപ്പിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ നീ എന്നെ അങ്ങ് താക്കൂന്ന് വിചാരിച്ചോ? പോടാ പുണ്ടച്ചു. ഉത്തരം പറഞ്ഞില്ല. നീ ഉത്തരം പറഞ്ഞില്ല. എന്താ ജോക്കി? കേട്ടില്ല എന്താ പറഞ്ഞ? പോഡ്കാസ്റ്റിൽ എന്തുകൊണ്ടിട്ടാണ് കണ്ണാപ്പിയെ കോഹോസ്റ്റ് ആയിട്ട് നീ വെച്ചേന്ന്? അത് ജോക്കി, ഞങ്ങൾ ഒരു ദിവസം എനിക്ക് പോഡ്കാസ്റ്റിന്റെ പ്ലാൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം രാത്രിയിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് 2 പെഗ്ഗൊക്കെ അടിച്ചതിന് ശേഷം പറഞ്ഞ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല, എനിക്ക് ആകെ ഉള്ളത് വായ്ത്താളം മാത്രമാ, സംസാരിക്കാൻ വരുന്ന എന്തെങ്കിലും ഒന്ന് തുടങ്ങുവാന്ന് എന്നെയും കൂടെ വിളിക്കണേന്ന് പറഞ്ഞ് അവിടെ രാത്രി ഇരുന്ന് കരഞ്ഞ് തൂറി മെഴുകി. അങ്ങനെയാണ് ലാസ്റ്റ് ആ ഒരു ഇതിലോട്ട് എത്തിയത്. എന്നാ ഇവനെയും ബോബിനെയും കൂടെ വിളിക്കാന്നായിരുന്നു. ബോബ് ആ വഴിക്ക് അങ്ങ് പോയി. പിന്നെ ഇതിന് അവൈലബിൾ ആയിട്ട് വന്നത് ഇവനാണ്. നിനക്കൊരു ഗസ്റ്റ് ഫ്രീ ഗസ്റ്റ് തിക്താനുഭവങ്ങൾ എന്തൊക്കെയാ ജീവിതത്തിൽ? തിക്താനുഭവങ്ങൾ എന്തിനാ ചോദിക്കാൻ വേണ്ടേ? രാവിലെ പോയി എത്ര കിലോ ഓംലെറ്റ് അടിക്കുന്നു, എത്ര അങ്ങനെ ഇത് ഏത് സെഞ്ചറിലുള്ള വാക്കേട്ടാ ഇത്? തിക്താനുഭവങ്ങൾ അതൊക്കെ ചോദിക്കുക. ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിന്റെ അടുത്ത് എന്ത് ചോദ്യങ്ങളൊക്കെ നിനക്ക് എന്തൊക്കെ ജീവിത എക്സ്പീരിയൻസ് ഉണ്ട് ചോദിക്കാനായിട്ട്? ചേട്ടാ ജീവിത എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. പണ്ട് ചായ അടിക്കാൻ പോയതും വെള്ളം അടിച്ച് തൊട്ടി കിടന്നത് അതൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളല്ലേ ആ പോഡ്കാസ്റ്റ് നമ്മൾ ഒരു ദിവസം ചുമ്മാ മറ്റേ 24 hours ലൈവ് എന്തോ ഇട്ട സമയത്ത് ഞാനും ഇവനോട് ഒരുമിച്ചിരുന്ന് ഐപാഡ് നോക്കി സംസാരിച്ചായിരുന്നു. ആ കോൺവെർസേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. അങ്ങനെ 24 hours ഒരു സാറിനെ വീട്ടിൽ വിളിച്ചു വരുത്തി നമ്മളങ്ങനെ സംസാരിച്ചു. കണ്ണാപ്പി അന്നും ഒന്നും സംസാരിച്ചില്ല. കണ്ണാപ്പി വേറൊരു പോഡ്കാസ്റ്റുകളിലും ഒന്നും സംസാരിച്ചിട്ടില്ല. അത് കണ്ണാപ്പി ഡ്രസ് മാത്രല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. എന്റെ വീഡിയോ ഇരിപ്പുണ്ടേ. പിന്നെ വേണ്ട ഞാൻ കാണിക്കുന്നില്ല. അതൊന്നും പുതിയ കാലത്തിലോട്ട് ഇറങ്ങാം. പഴയ കാര്യങ്ങൾ പറയുന്നത് ജോക്കി മേക്കപ്പിന് മറ്റേ ബാഗിനകത്ത് കുറെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, അത് ഇത് എല്ലാം. എന്നിട്ട് പിന്നെ ലിപ്സ്റ്റിക്ക്, അതിനൊക്കെ എന്തല്ലേ മോയ്സ്ചറൈസർ കുഴപ്പമില്ല. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. സ്റ്റുഡിയോയില് വരുമ്പോ വന്നിട്ട് ഇമാതിരി ഇതൊക്കെ ചുണ്ടിലൊക്കെ തേച്ച് എല്ലാം ചോമിപ്പിച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോ കട്ടൻ പീടിയും വലിച്ച് സൈഡിൽ നിൽക്കും. അതിനാണ് എനിക്ക് പ്രശ്നം. അല്ലാതെ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 5 മിനിറ്റ് കഴിയുമ്പോ കട്ടൻ പീടിയും വലിച്ച് സൈഡിൽ നിൽക്കും. മനസ്സിലായി. അതാണ് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇല്ല ആ സമയത്ത് ഇത് ചെയ്യത്തില്ലായിരുന്ന
എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? സ്മോക്ക് ചെയ്തില്ല ആ സമയത്ത്. ഒയ്യോ ഒട്ടുമില്ലായിരുന്നു. നീറ്റ് കിട്ടും. നിന്നെ കണ്ട് പഠിക്കുന്ന പറഞ്ഞ നമ്മുടെ നാട്ടിൽ പോസ്റ്റർ മേടിച്ചിട്ട് അതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അത് ശ്വസിക്കുവരുന്നവൻ. ഒന്നും ചെയ്യാത്ത നല്ലൊരു മഹാനായ ഒരു പുത്രനായിരുന്നു അത് ആ സമയത്ത്. കണ്ണാപ്പി ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താടാ. കാരണം എനിക്ക് എന്റെ ഈഗോ ഹേർട്ട് ആയി കഴിഞ്ഞാൽ ഞാനിത് പിന്നെ ഞാൻ വിടത്തില്ല. കാരണം ചുണ്ടൻ സീൻ തന്നെ വന്നിട്ട് പൂറാന്നൊക്കെ വിളിക്കുന്നുണ്ട് ആൾക്കാർ. അവനെയൊക്കെ ഞാൻ വിളിച്ചുറക്കി നോക്കി. അവനെയൊക്കെ അങ്ങ് ഒരു ദിവസം ഇന്ന് രൂപപ്പെടും ചുണ്ടൻ 2.0 ഇത് കേട്ടിട്ട്. ചണ്ടി പോരാന്നാണ് പറഞ്ഞത്. ഓക്കെ പോരാന്നല്ലേ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല കണ്ണാപ്പി മുടിയെ കുറിച്ച് എന്താ പറഞ്ഞല്ലോടാ? നിന്റെ മുടി ഒന്ന് കാണിച്ചിട്ടാണ് അണ്ണു കാര്യമായിട്ട് പറഞ്ഞ അണ്ണുന്റെ മുടി മറ്റേ ഈ പണ്ട് ടിക്ടോക്ക് റീൽ ഇടുന്നവന്മാരല്ലേ ഇങ്ങനെ പൊക്കി വെച്ച് മുടി പൊക്കി വെച്ചിടുന്ന അതേപോലെ ഉണ്ട്. അല്ലെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര നോക്കി ചന്ദ്രു ആ സ്ക്രീൻ നോക്കി ചന്ദ്ര ശരത്തന സ്ക്രീൻ ഇട്ടേ. ശരത്തന സ്ക്രീൻ ഇട്ടേ ഇറങ്ങിപ്പോടാ പൂരി മോനെ. അല്ല കണ്ണാപ്പി നിന്റെ മുടി ഒന്ന് കാണിയറാ. നിന്റെ ഇതിലല്ല അതൊക്കെ സ്പോട്ട് ചെയ്യുന്നുണ്ട് മോഡറേറ്റർ. മനസ്സിലാവത്തെന്താ അറിയോ എനിക്ക്? ശരത്തേട്ട ഫേസ് ക്യാം ലൈവ് ചെയ്യും. പക്ഷെ നമ്മുടെ ബ്ലോഗിൽ എടുത്തോണ്ട് ഞാൻ പറയും എടുക്കല്ലേ. എനിക്ക് പ്രൈവസി വേണം, മനസ്സിലായോ? ഇതിപ്പോ ആരും കാണുന്നില്ലല്ലോ, 1000 പേരുടെ മുമ്പിൽ പ്രൈവസി. അവന്റെ ഫേസ് ക്യാം ഒന്ന് നോക്കിയടാ. കണ്ണാപ്പി ഇതിന്റെ ഫേസ് ക്യാം ഒന്ന് കാണിച്ചൊന്ന് സൂം ചെയ്തേ. മുടിക്ക് എന്താ കറക്റ്റ് മുടി പെർഫെക്റ്റ് ആയിട്ടാ ചെയ്ത് വെച്ചേക്കുന്നത്. ഹെയർ റൂട്ടീനൊക്കെ ചെയ്യുന്നതാണ് ചേട്ടാ നമ്മള്. ഹെയർ റൂട്ടീനൊക്കെ ചെയ്യുന്നതാണ് നമ്മള് ചേട്ടാ. എന്താടാ ചെയ്യുന്നത്? എന്തൊക്കെയാന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും നിന്റെ ടിപ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കണം പ്ലീസ്. നമ്മളെ ഈ സ്കിന്നും ഹെയറും ഒക്കെ നല്ല നോക്കുന്നവരാ അണ്ണാ. അതാ പറഞ്ഞ അതാ ടിപ്സ് ഒന്ന് പറഞ്ഞോട്. ഹെയറിന്റെ ഒക്കെ ഹെയറിന്റെ ഇപ്പം ഇത് ചെയ്യാറുണ്ട്. ഷാമ്പു അതൊരു റെവല്യൂഷണറി പിന്നെ ഹെയർ മാസ്ക് ചെയ്യാറുണ്ട്. മാസ്ക് എന്ത് വെച്ചിട്ട്? മറ്റേ കൊറോണയുടെ മാസ്ക് അല്ലല്ലേ, ഹെയർ മാസ്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതാദ്യം വലിച്ചം കെട്ടു എന്നിട്ട് കുളിക്കും. ഹെയർ മാസ്ക് ഉണ്ട്. പിന്നെ ഇത് സെറം തേക്കാറുണ്ട്. ഇത് മാത്രം മതി, ബേസിക് ഇതാണ്. തലയിലാണ് എവിടെയാണ് തേക്കാറ്? നീ യൂസ് ചെയ്യുന്ന സെറത്തിന്റെ പേരെന്ന് പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതിനുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് സ്വീറ്റ്സ്. ഇപ്പൊ യൂസ് ചെയ്യുന്ന ലോറിയലിന്റെ തൈലം. ഒന്ന് എടുത്തിട്ട് വരുമോ? നീ ആ ബോട്ടിലൊന്ന് എടുത്തിട്ട് ഞാൻ എടുത്തിട്ട് ലോറിയില്ല ഈ ഷർട്ട് ഓർമ്മ. അപ്പൊ ഇതുപോലെ 6 രൂപ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന സാധനമാണ്. എടുക്കാൻ അവൻ പോയിട്ടുണ്ടെങ്കിൽ ഇത് 6 രൂപ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. ഒരു സംശയമില്ല. കണ്ട അലമാരി പൂട്ടി വെച്ചിരിക്കുക കാണാതിരിക്കാൻ. കണ്ട ഹലോ ട്രോഫിയാ? ഇല്ല, ഇത് സെറാണ്. ഇതിനുമ്പ് യൂസ് ചെയ്തിരുന്ന സ്ട്രീക്സിന്റെ യൂസ് ചെയ്തോണ്ടിരുന്നത്. സ്കിൻ കെയർ വേറെ ഉണ്ട്. നല്ല ഹെയർ നല്ല ഹെയറല്ലേ എന്തിനു? പിന്നെ മുടിയൊക്കെ കാണിച്ചോടാ നിന്റെ. അതിലൊന്നും ഞാൻ ഒന്നും പറയുന്നത്. അതൊക്കെ അത്ര നിന്റെ പോക്കൃത്തരത്തിനെ പറ്റിയേ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. നിന്റെ വേറെ ഒന്നിനെ പറ്റി ഞാൻ പറയത്തില്ല. നിന്റെ ഈ വായ്ത്താളമില്ലേ, അതിനെ പറ്റി ഞാൻ പറയത്തുള്ളൂ. ചന്ദ്ര മറ്റേ ഡയറ്റ് റെഡിയാക്കി തരണേ ജിമ്മി പോവാൻ. ഹലോ എടാ ഞാൻ വേറെ കാര്യം പറയട്ടെ. കണ്ണാപ്പിയുടെ ചാനലിൽ പോയിന്റ് സിസ്റ്റം ഒക്കെ വന്നേടെ. ഈഗിൾ 0 കണ്ണാപ്പി വേണമെന്ന് പറഞ്ഞു. ഇവിടെ എന്തോ സീരിയസ് അടി അടക്കമാണെന്ന് എപ്പോഴും അവരിപ്പോഴും വിചാരിക്കുന്നത് ഇവിടെ എന്തോ വലിയ അടി അടക്കം. ഇന്നൂടെ ഉള്ളു TV, ഇന്നൂടെ ഉള്ളു. ഡൗൺഫോൾ ആയെന്ന വിശ്വാസത്തിലാണ് കുറച്ചു നേരം LW ഒക്കെ വരുന്നുണ്ട്.